ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈദിന് വാൾ ഡെക്കോറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ളൊരു ഗോൾഡൻ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോൾഡൻ ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ കളർ പേപ്പേഴ്സ് ഏതെങ്കിലും എടുത്താൽ മതി. കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ 3 കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു വലിയ അടപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ അടപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ പേപ്പറിൽ ഡ്രോ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഡ്രോ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ കോമ്പസ് ഉപയോഗിച്ചിട്ട് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടപ്പാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും, ഈസി ആയിട്ട് ഡ്രോ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് ആ ഒരു അടപ്പിൻ്റെ വലിപ്പം കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിവിടെ കുറച്ച് സ്റ്റാർസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റാർസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഫോം ഷീറ്റിൽ നിന്നാണ്. അപ്പോൾ ഫോം ഷീറ്റ് ആകുമ്പോൾ കുറച്ച് തിളക്കമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഫോം ഷീറ്റിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഈ ലൈറ്റൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് തിളക്കമുള്ള ഷീറ്റുകളാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോൾഡൻ ഷീറ്റും അതുപോലെ തന്നെ ഗ്ലിറ്റർ ഷീറ്റും ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലിറ്റർ ഷീറ്റിൽ സ്റ്റാർസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക സ്റ്റാർസൊക്കെ. ഇനി ഇതുപോലെ ഒരു കമ്പ് എടുത്തിട്ട്, ഉണങ്ങിയിട്ടുള്ള കമ്പാണ്. അപ്പോൾ അത് എടുത്തിട്ട് അതിലിങ്ങനെ നൂല് കെട്ടി കൊടുത്തിട്ട് അതിൽ നമ്മൾ ഈ ഒരു മൂണും അതുപോലെ സ്റ്റാർസൊക്കെ തൂക്കിയിടുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ മൂണിൻ്റെ ഉള്ളിലായിട്ടൊരു സ്റ്റാർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നൂല് ഒട്ടിച്ച് കൊടുക്കുന്നത്. കാരണം നമുക്ക് അതാണ് സെൻറ്ററിൽ വരേണ്ടത്. അപ്പോൾ അത് ആദ്യം ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള സ്റ്റാറുകളും കൂടെ ഒട്ടിച്ച് കൊടുക്കുക. ഇനി ബാക്കിയുള്ളതൊക്കെ ഒട്ടിച്ച് കൊടുക്കുമ്പം ഈ ഒരു മൂണിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് വരുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്കതിങ്ങനെ ഓർഡറിൽ ഒട്ടിച്ച് കൊടുക്കണ്ട. അപ്പോൾ ഒരു നൂലിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നതിൻ്റെ ഇടയിലായിട്ട് മറ്റേ നൂലിൽ ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ നമുക്കൊരു ഓർഡർ ഇല്ലാണ്ട് ഒട്ടിച്ച് കൊടുക്കുമ്പോഴാണ് അതൊരു ഭംഗിയായിട്ട് കിട്ടുക. നമ്മളിങ്ങനെ കമിഴ്ത്തി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഓർഡറായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഈ കമ്പിൻ്റെ 2 സൈഡിലുമായിട്ട് ഇതുപോലെ നൂല് കെട്ടി കൊടുത്തിട്ട് മുകളിൽ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അവിടെ ഒരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലൊരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പ് നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് 2 സൈഡിൽ നിന്നും നമ്മൾ നൂലിട്ട് കെട്ടി കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ തൂക്കിയിടുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് LED കൂടെ വെച്ച് കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൂടെ താഴെ കൊടുക്കാം. താങ്ക്